വലിയ വിനയാന്വിതനായിരുന്നു ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ദീനിന്റെ കാര്യത്തിൽ വലിയ സൂക്ഷ്മത. ഏറ്റവും അധികം ചരിത്രത്തിൽ ലാ അദ്രി എന്ന ഉത്തരം പറഞ്ഞ ആൾ ഇമാം മാലിക്കാണ്. എനിക്കറിയില്ല എന്ന ഉത്തരം പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇമാം മാലിക്കിൻ്റെതാണ്. അദ്ദേഹം പലപ്പോഴും പറയും ലാ അദ്രി, എനിക്കറിയില്ല. മാത്രം അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ ആളുകളെ ലാ അദ്രി എന്ന് പറയാൻ പഠിപ്പിക്കണം, അറിയില്ല എന്ന് പറയാൻ പഠിപ്പിക്കണം. കാരണം അറിയാന്ന് പറയാൻ അത് പഠിക്കാനേ വേണം. അത് പഠിച്ചെങ്കിലേ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. മറ്റേ മോശം നമ്മളിപ്പോൾ അറിയാതെ ഇപ്പോൾ മോശം എന്താ ആളുകൾ വിചാരിക്കുക, തൽക്കാലം എന്തെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിക്കുമല്ലോ. അതല്ല, അദ്ദേഹം പറയും ലാ അദ്രി എന്ന് നമ്മുടെ ആളുകളെ പറയാൻ പഠിപ്പിക്കണമെന്ന് വരെ അദ്ദേഹം പറയുമായിരുന്നു. പല മജീസും ശിഷ്യന്മാർ പറയും, ഞങ്ങളിങ്ങനെ എണ്ണും. ഓരോരുത്തർ ചോദ്യം ചോദിക്കും, ഉസ്താദിനൊക്കെ ഉത്തരം ലാ അദ്രി, എനിക്കറിയില്ല. ഞങ്ങൾ എണ്ണുമായിരുന്നു. 48 ചോദ്യം ഒരു സദസ്സിൽ ഉന്നയിക്കപ്പെട്ടു. അതിൽ 32 ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ലാ അദ്രി, 3-2. 48 ചോദ്യത്തിൽ 32നും ലാ അദ്രി എന്നാണ് അദ്ദേഹത്തിന് മറുപടി. അതന്നെ അദ്ദേഹം ചെയ്ത് പറയുമ്പോൾ അദ്ദേഹം പറയും, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വല്ലാഹു അഅലം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതേപോലെ എനിക്ക് യഖീനില്ല എന്ന് പറയുമായിരുന്നു. ധാരാളം സംഭവങ്ങൾ ഇമാം മാലിക് ഉദ്ധരിക്കപ്പെടുന്നു. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് ജാമി ബയാൻ എന്ന കിതാബ് ഇതിലുണ്ട്. അറിവുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ മഹത്വങ്ങൾ, അറിവിൻ്റെ മര്യാദകൾ എല്ലാം പഠിപ്പിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം എഴുതി, അതിന് അഹമ്മിയത്തു ലാ അദ്രി, ലാ അദ്രി എന്നതിൻ്റെ പ്രാധാന്യം എന്ന അധ്യായമുണ്ട്. അറിയില്ല എന്ന് പറയേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന അധ്യായം. ആ അധ്യായത്തിൽ അദ്ദേഹം ഇമാം മാലിക്കിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളെ എടുത്തു കൊടുക്കുന്നുണ്ട്. പല കാര്യം ചോദിക്കുമ്പോഴും ലാ അദ്രി എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടികൾ അദ്ദേഹം അവിടെ നൽകിയത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ 6 മാസത്തെ വഴിദൂരം താണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 6 മാസത്തെ വഴിദൂരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഹമ്മലനി അഹ്ലു ബലദി ഫീ മസ്അലത്തിൻ അസ്അലുക അൻഹാ, എൻ്റെ നാട്ടുകാർ ഒരു മസ്അല താങ്കളോട് ചോദിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ്. അപ്പം ആ നാട്ടിൽ ഒരു വിഷയം ഉണ്ടായിട്ട് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പം അവർ കൂടെ വെച്ച് പോലും പറഞ്ഞു, ഇപ്പം അത് ഉത്തരം പറയണമെങ്കിൽ മദീന ഇമാം മാലിക്കുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ, വേറെ ഇവിടെയുള്ള ആൾക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. അപ്പം അവർ മദീന ഒരുപാട് ദൂരെയാണ്. അവിടുന്ന് ഒരാളെ നാട്ടിൽ ഔദ്യോഗികമായി പറഞ്ഞേക്കാം അദ്ദേഹത്തേക്ക്. നമ്മളെ വാശി പറഞ്ഞ ടിക്കറ്റും ബിസൊക്കെ എടുത്ത് ഒരാൾ ഇവിടുന്ന് പറഞ്ഞേക്കാം, ഒരാൾ പോയിട്ട് ചോദിച്ചു വരാം. അങ്ങനെ അദ്ദേഹം ഈ 6 മാസത്തെ വഴിദൂരം താണ്ടി വരുന്നു. ഒരുപക്ഷെ നടന്നോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ഒക്കെ ആയിരിക്കാം ആ യാത്ര. 6 മാസം താണ്ടി അദ്ദേഹം മദീനത്തെത്തി. ഇമാം മാലിക്കിനെ വന്ന് കണ്ട് എന്നിട്ട് പറയാണ്, ഞാൻ 6 മാസത്തെ വഴിദൂരം താണ്ടിയാണ് വരുന്നത്, എൻ്റെ നാട്ടുകാർ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, സൽ, ചോദിച്ചോ. അപ്പോൾ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, ലാ ഉഹ്സിൻ, എനിക്കത് കൃത്യമായി അറിയുകയില്ല. ഫബുഹിത റജുൽ, ഈ മനുഷ്യനാകെ അമ്പലന്ന് പോയി. കാരണം നാട്ടിലൊക്കെ പടെ കൂടി അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഇനി മദീനത്ത് പോയിട്ടേ കിട്ടുള്ളൂ, അവിടെ ഒന്നും കിട്ടൂല. ഓല് കൂടി ഔദ്യോഗിക ഇയാൾ പറഞ്ഞയച്ചതാണ്. ഈ ദൂരം മൊത്തം താണ്ടി ഇവിടെ എത്തി, ഇത് തിരിച്ചു പോവും വേണം. എന്നിട്ട് ഇയാൾ പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ നാട്ടിൽ പോയിട്ട് എന്താ പറയാ, തിരിച്ചു പോയിട്ട് പറയണല്ലോ. അപ്പൊ ഇമാം മാലിക് പറഞ്ഞു, അവിടെ പോയിട്ട് പറയുക, സഅൽതു മാലികൻ ഫഖാല ലാ ഉഹ്സിൻ, ഞാൻ മാലിക്കിനെ കണ്ടു, ചോദിച്ചു, മാലിക് പറഞ്ഞിരിക്കുന്നു എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞാണ്. അല്ല, തൽക്കാലം എങ്ങനെ ചെയ്തോ ഇല്ല, തൽക്കാലം അങ്ങനെ ചെയ്തോട്ടെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്നല്ല. നീ അവിടെ പോയിട്ട് പറയാ, മാലിക്കിനെ കണ്ടു, മാലിക് പറഞ്ഞാൽ അറിയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. അതായിരുന്നു ഇമാം മാലിക്കിൻ്റെ വിനയം. ഒരിക്കൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ എല്ലാവരും ചോദ്യം ചോദിക്കുമ്പോഴും ലാ അദ്രി ഒരു മോശമല്ലേ, ഒരു ലജ്ജയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം ഞാനെന്ത് ലജ്ജിക്കണം, മലക്കൾ പറഞ്ഞ മറുപടിയാണല്ലോ അത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പിന്നെ ഭാര്യക്കാളും വേണ്ട ഞാനിതാ ഇമാം മാലിക് വെച്ച് മലക്കളുടെ മറുപടിയാണ് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലം, നീ പഠിപ്പിച്ചതല്ല എനിക്ക് അറിയില്ല. അള്ളാഹിന്റെ മലായിക്കത്ത് പറഞ്ഞെങ്കിൽ പിന്നെ ഈ മാലിക് എന്തിനാണ് അത് ലജ്ജ കാണിക്കുന്നത്? അപ്പൊ അവർക്ക് ദീന് കാണിച്ച ഗൗരവമാണത്. അള്ളാഹിന്റെ ദീനിൽ ഉറപ്പില്ലാതൊരു കാര്യം പറയുകയില്ല എന്ന നിർബന്ധ ബുദ്ധി. അത്രയും ഉറപ്പ് ബോധ്യമുണ്ടെങ്കിൽ മാത്രം പറയും, ഇല്ലേ അത് പറയാൻ പറ്റൂല. അത് ഗൗരവമാണ്. അള്ളാഹിന്റെ ദീനിൽ ഇല്ലാത്ത പ്രവർത്തിട്ട് വേണം നാളെ പല്ലോത്ത് വരുമ്പോൾ മറ്റോ എന്ത് ചെയ്യും, ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു മൂപ്പര് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം
ഇയാൾക്കായി. അതുകൊണ്ട് എന്ത് തന്നെ വന്നാൽ ഇമാം മാലിക് റഹിമഹുല്ലാ അത്രയും ബോധ്യമില്ലാത്തൊരു കാര്യം അദ്ദേഹം പറയുമായിരുന്നില്ല. അദ്ദേഹത്തിന് ചോദ്യം വരുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ചോദ്യം വരുന്നതിന് അദ്ദേഹത്തിന് പൊതുവെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അതൊരു പ്രയാസ ഉത്തരവാദിത്തമാണ്. ഒരു വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ചെയ്യാം, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദീനിൽ അത് ചെയ്യാൻ അനുവാദമുണ്ട് എന്നാണല്ലോ. ആളുകൾ ചോദിക്കുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല, അല്ലാണ്ട് ദീനിൽ എന്താ അതിൻ്റെ വിധിയാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹുത്തല അത് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുത്തല ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്നാണോ അതിന് അർത്ഥം? അത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റം അതിനെ പേടിക്കുമായിരുന്നു. ഖാലിസ്ഥാനം വരെ ഏൽക്കാൻ അദ്ദേഹം ഏറ്റില്ല. ഖാലിസ്ഥാനം ഏൽക്കാൻ അദ്ദേഹം അത് ഏൽക്കില്ല, അത് കഴിയില്ലാറ്. ഭരണാധികാരി അങ്ങേയറ്റം നിർബന്ധിച്ചു, അതിനെ പേര് പീഡനം അനുഭവിക്കേണ്ടി വന്നു, അദ്ദേഹം ഞാൻ ഏൽക്കില്ല, കഴിയില്ലാറ്. ഖാലിസ്ഥാനം ഏൽക്കാൻ കഴിയില്ല, ധൈര്യമില്ല, അതിൻ്റെ പേര് എന്ത് വന്നാലും വേണ്ടില്ല അത് ഏൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് എതിർത്ത് കാണാൻ പറ്റും.